بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിലെ അവസാന 4 ബാബുകളാണ് ഇന്ന് വായിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ ബാബുകളാണ്. അതിൽ ആദ്യത്തേത് അഥവാ അവസാനത്തെ 4-ൽ ആദ്യത്തേത് ബാബു മാ ജാഅ ഫിൽ ഇഖ്സാമി അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ സത്യം ചെയ്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് സത്യം ചെയ്ത് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യില്ല എന്ന നിലക്ക് അതൊന്ന് ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുന്ന രീതി. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സ്ഥാനമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അത് നടക്കും എന്ന നിലക്കൊക്കെ ഇദ്ലാലുൻ നഫ്സ്, സ്വന്തത്തിൽ ഞാൻ അതിനർഹനാണ് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന നിലക്ക് ഉറപ്പിച്ച് പറയുന്ന രീതി. ഇത് അള്ളാഹുവിനോടുള്ള സൂഉൽ അദബിൽപ്പെട്ടതാണ്. ഒരാളുടെ തൗഹീദിന്റെ പൂർത്തീകരണത്തെ ബാധിക്കുന്ന അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബിലെ മോശപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ ബാബും അടുത്ത ബാബും. അങ്ങനെയുള്ള കാര്യമാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. അൻ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാല, ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റജുലുൻ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ഒരിക്കൽ ഒരു വ്യക്തി പറയുകയുണ്ടായി, ഇന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല, അള്ളാഹു തആല ഒരിക്കലും അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നൊരാൾ പറയുകയുണ്ടായി. ഫഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പറഞ്ഞു, മൻ ദല്ലദി യതഅല്ലാ അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ, ആരാണ് എൻ്റെ മേലെ സത്യം ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ മേലെ ഈ നിലക്ക് പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? അല്ല അഗ്ഫിറ ലിഫുലാനിൻ, ഞാൻ ഇന്നാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് എൻ്റെ മേലെ സത്യം ചെയ്തു പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ഇന്നി ഖദ് ഗഫർതു ലഹു വഹ്ബത്തു അമലക്, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ അവന് പുറത്തു കൊടുക്കുന്നു, നിന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകുന്നു എന്നുള്ളത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി ഈ ഒരു വിഷയത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഹദീസ് അബൂ ദാവൂദ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ ഹദീസിന്റെ ആശയത്തെ ഒന്നുകൂടി വ്യക്തമായിട്ട് അതൊന്ന് വായിക്കാം. അപ്പോൾ കൂടുതൽ അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്താണത്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതവാഖിയൈൻ, 2 ആളുകൾ ഉണ്ടായിരുന്നു ബനു ഇസ്രായേലുകളിൽ. അവർ പരസ്പരം സഹോദരന്മാരായിരുന്നു, അഥവാ സഹോദര ബന്ധം പോലെ അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു. فكان احدهما يذنب والاخر مجتهد في العباده, അതിൽ ഒന്നാമത്തെ ആള് ഒരാൾ പാപങ്ങൾ ധാരാളമായി ചെയ്യുന്ന ആളും രണ്ടാമത്തെ ആള് ഇബാദത്തിൽ ധാരാളമായി മുഴുകുന്ന ആളുമായിരുന്നു. فكان لا يزال المجتهد يرى الاخر على الذنب, എപ്പോഴെല്ലാം ഈ ഇബാദത്തിൽ പരിശ്രമിക്കുന്ന ആള് മറ്റേ വ്യക്തി പാപം ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഇയാൾ പറയും അഖ്സിർ, ഫയഖുൽ അഖ്സിർ, നീ കുറക്ക്, അത് നിർത്ത്, അത് അവസാനിപ്പിക്കുക പറയും. ഫവജദഹു യൗമൻ അലാ ദംബിൻ, അങ്ങനെ ഒരു ദിവസം ഈ മുജ്തഹിദായ ഇബാദത്ത് ചെയ്യുന്ന ആള് മറ്റേ ആളൊരു പാപം ചെയ്യുന്നത് കണ്ടു. ഫഖാല ലഹു അഖ്സിർ, അപ്പോൾ വീണ്ടും പറഞ്ഞു, നീ അത് ഒഴിവാക്ക്, അത് നിർത്ത് എന്ന നിലക്കൊക്കെ പറഞ്ഞു. അപ്പോൾ പാപം ചെയ്യുന്ന ആള് പറഞ്ഞു, ഫഖാല ഖല്ലിനി വറബ്ബി, എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിട്ടേക്ക്, എന്നെ നീ ഒഴിവാക്കിയേക്ക്, ഞാൻ എൻ്റെ റബ്ബ് ആയിക്കോളാം എന്ന നിലക്ക് പറഞ്ഞു. അബുഇസ്ത അലയ്യ റഖീബൻ, നീ എൻ്റെ മേലെ നിയോഗിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ നീ എൻ്റെ മേലെ നിയോഗിക്കപ്പെട്ട ആളാണോ എന്ന് എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണോ ചോദിച്ചു.
ഫഖാല, അപ്പോ അയാൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക് വലാ യുദ്ഖിലുകൽ ജന്ന, അല്ലാഹു ആണ് നിനക്ക് അല്ലാഹു പുറത്തു നൽകില്ല, അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും മരണപ്പെടുകയും അല്ലാഹുവിന്റെ അടുക്കൽ എത്തുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല ആ മുജ്തഹിദിനോട് ചോദിക്കും, അകുൻത ബി ആലിമൻ ഔ അലാ മാ ഫി യദി ഖാദിറൻ, നീ എന്നേക്കാളും അറിവുള്ളവനാണോ അല്ലെങ്കിൽ എന്റെ കാര്യത്തിന്റെ മേലെ കഴിവുള്ളവനാണോ നീ എന്ന് ആ മുജ്തഹിദായ ആളോട് ചോദിക്കും. മുദ്നിബായ പാപം ചെയ്ത ആളോട് പറയും, ഇദ്ഹബ് ഫദ്ഖുൽ ജന്ന ബിറഹ്മതി, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ എന്റെ കാരുണ്യം കൊണ്ട്. മറ്റേ ആളോട് പറയും, ഇദ്ഹബു ബിഹി ഇലന്നാർ, മറ്റേ ആളെ പറ്റി പറയും, ഇവനെ കൊണ്ട് നരകത്തിലേക്ക് പോകാനും പറയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് പറയാൻ ആർക്ക് അധികാരമുള്ളത്? ആർക്കുമില്ല. അത് പിന്നെ അള്ളാഹുവിനോടുള്ള മോശപ്പെട്ട അദബാണ്. അപ്പൊ ആ നിലയ്ക്ക് സ്വന്തത്തിൽ നല്ല ആളാണ്, ഞാൻ നല്ല വ്യക്തിയാണ് എന്ന നിലയ്ക്കുള്ള ധാരണ കൊണ്ടാണ് എന്തുണ്ടാവുക, ഈ നിലയ്ക്കുള്ള സംസാരവും അള്ളാഹുവിന്റെ മേലെ അള്ളാഹു ഇങ്ങനെ ചെയ്യുകയുള്ളൂ, അള്ളാഹു ഇങ്ങനെ ചെയ്യില്ല എന്ന നിലയ്ക്ക് സത്യം ചെയ്ത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യൽ സൂഉൽ അദബ് അള്ളാഹുവിനോടുള്ള മോശപ്പെട്ട മര്യാദയിൽപ്പെട്ടതാണ്. ഈ ഒരു ഹദീസിന്റെ താഴെയായിക്കൊണ്ട് ചില റിവായത്തുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്തിലും മറ്റുമെല്ലാം കാണാം, വഫി ഹദീസി അബീ ഹുറൈറ അന്നൽ ഖായില റജുലുൻ ആബിദുൻ, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ റിവായത്തിൽ ആ വ്യക്തി പറഞ്ഞ വ്യക്തി ആബിദായിരുന്നു എന്ന് കാണാം, ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വആഖിറതുഹു, അവനൊരു വാക്കേ പറഞ്ഞുള്ളൂ, അവന്റെ ദുനിയാവും പരലോകവും നശിച്ചു പോയി എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അപ്പൊ നമ്മൾ മുമ്പേ പല ബാബുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു അദബ് ഉണ്ടായിരിക്കണം, അതിലൊരു സൂക്ഷ്മത ഉണ്ടായിരിക്കണം. നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പറഞ്ഞു, വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹു എനിക്ക് രോഗം തന്നാൽ അള്ളാഹു ആണ് ഷിഫാക്കുന്നത് പറയാം. പക്ഷെ അവിടെ അദബ് കാണിച്ച എങ്ങനെയാണ്, ഞാൻ രോഗിയായാൽ, ഒരു ഷെറിനെ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല, ഞാൻ രോഗിയായാൽ എനിക്ക് ഷിഫ നൽകുന്നവൻ അവനാണ് എന്ന നിലക്ക് പറഞ്ഞു. അങ്ങനെ ഓരോ മേഖലയിലും ആ അദബ് ഉണ്ടാവണം. അതിൽ വലിയൊരു അപകടമാണ് ഈ നിലക്ക് പറയൽ. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം പ്രധാനമായിട്ടുള്ളത്, അവൻ സ്വന്തത്തിൽ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ല എന്ന ധാരണയുള്ള ഒരാളെ എന്ത് പറയുള്ളൂ, ഈ നിലക്ക് സംസാരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ മേലെ അള്ളാഹു ചോദിക്കുന്ന പോലെ അള്ളാഹു എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അറിവോ അള്ളാഹുവിന്റെ മേലെ കഴിവോ ഒരാൾക്കുമില്ല. അതൊരാളുടെ തൗഹീദ് യോജിച്ചതല്ല, തൗഹീദിന്റെ പൂർത്തീകരണത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് കിതാബു തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ് കൂടി വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ് രണ്ട് ബാബിന്റെയും ഒരുമിച്ചിട്ടാണ് തഅലീഖ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ രണ്ട് ബാബും അടുത്ത ബാബും അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിനെ പരാമർശിക്കുന്ന വിഷയത്തിൽ കാണിക്കേണ്ട അദബുമായി ബന്ധപ്പെട്ടതാണ്. ബാബുൻ ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് സൃഷ്ടികളോട് ശുപാർശ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത്. അതായത് ശുപാർശ, ഷഫാഅത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, കിതാബ് തൗഹീദിന്റെ ബാബുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഒരു കഴിവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ അടുക്കൽ നിന്ന്, ദുനിയാവിലെ ശുപാർശയുടെ കാര്യം പറയുന്നത്, എന്തെങ്കിലും കാര്യം നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ അയാളെ പരിചയമുള്ള അല്ലെങ്കിൽ അയാളുടെ അടുക്കൽ സ്ഥാനമുള്ള ആളുകൾ മുഖേന നേടിയെടുക്കാൻ നമ്മൾ നോക്കും. അതാണ് ശുപാർശ എന്ന് പറയുന്നത്. അപ്പോ ഈ ബാബിൽ പറയുന്ന വിഷയം, അള്ളാഹുവിനെ കൊണ്ട് ആ ഇടയിൽ നിൽക്കുന്ന ശുപാർശ ചെയ്യുന്ന ആളാണ് അശ്ശാഫി എന്ന് പറയുന്നത്. ആരുടെ അടുക്കലാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അതാണ് മശ്ഫൂഉൻ ഇൻദഹു. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവനാണ് മശ്ഫൂഉൻ ലഹു. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഒരു സൃഷ്ടിയുടെ അടുക്കൽ ശുപാർശ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യാൻ എന്ന നിലക്ക് ഒരു സൃഷ്ടിയോട് പറയാൻ പാടില്ല. ഹദീസ് വായിക്കാം. عن جبير بن مطعم رضي الله عنه قال جاء أعرابي إلى النبي صلى الله عليه وسلم. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നുഹിക്കത്തിൽ അൻഫുസ്, എല്ലാവരും മനുഷ്യരെല്ലാം ദുർബലരായിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്. വജാഅൽ ഇയാലു, കുടുംബമെല്ലാം പട്ടിണിയിലും കഷ്ടപ്പാടിലുമാണ്. വഹലക്കത്തിൽ അംവാലു, സമ്പത്തെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. മഴ ഇല്ലാത്തതുകൊണ്ട്, കൃഷി ഇല്ലാത്തതുകൊണ്ട് ദാരിദ്ര്യമായി എന്ന് പറയാണ്. ഫസ്തസ്ഖിലനാ റബ്ബക്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് എന്ത് ചെയ്യണം, മഴയ്ക്ക് വേണ്ടി തേടണം എന്ന് പറഞ്ഞു. എന്നിട്ട് അറാബി പറഞ്ഞു, ഫഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈക്,
അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ശുപാർശ തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അഥവാ അള്ളാഹുവിനെ ഷാഫിഈന്റെ സ്ഥാനത്താക്കിയിട്ട് അള്ളാഹു ശുപാർശ ചെയ്യുകയാണ് നിങ്ങളോട്, അങ്ങനെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി. വബിക അലല്ലാഹ്, നിങ്ങളെ കൊണ്ട് അള്ളാഹുവിനോടും ഞങ്ങൾ ശുപാർശ ചെയ്യുകയാണ്, അഥവാ മഴ വർഷിപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവിനെ ഷാഫി ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന എന്താണ്? മഴ പെയ്യിക്കാൻ വേണ്ടി. ഇതൊരു അറാബിയാണ്. അറാബികൾക്ക് പൊതുവെ വലിയ അറിവോ അല്ലെങ്കിൽ അദബുകളോ ഒന്നും പരിചയമില്ലാത്ത, പരിശീലിച്ചിട്ടില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, അല്ലാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക് അല്ലാഹുവിന് യോജിക്കാത്ത രീതിയിൽ ന്യൂനതകളോ കുറവുകളോ ആരെങ്കിലും പറയുകയോ ആരോപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. فما زال يسبح حتى عرف ذلك في وجوه اصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹാബികളുടെ മുഖത്ത് അതിന്റെ ഒരു മാറ്റം കാണുന്നവരെ. കാരണം അത്ര രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ثم قال النبي صلى الله عليه وسلم, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം. അല്ലെങ്കിൽ ഒരു ഗൗരവമുള്ള കാര്യം പറയുന്നതാണ്. അതദ്രി മല്ലാഹ്, നിനക്കറിയുമോ എന്താണ് അല്ലാഹു എന്ന്? അല്ലാഹു എന്താണെന്ന് നിനക്കറിയുമോ? ഇന്ന ശഅനല്ലാഹി അഅ്ദമു മിൻ ദാലിക്, അല്ലാഹുവിന്റെ കാര്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ഇന്നഹു ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ അഹദിൻ മിൻ ഖൽഖിഹി, അല്ലാഹുവിനെ കൊണ്ട് ഒരു സൃഷ്ടിയോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശുപാർശ ചെയ്യപ്പെടാൻ പാടില്ല. അല്ലാഹുവിനെ ഇടനിലക്കാരനായിക്കൊണ്ട് ഒരു സൃഷ്ടിയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ശുപാർശ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ശുപാർശകനാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാണ് ഈ ഹദീസിന്റെ ഭാഗം, അതാണ് ഈ ബാബിന്റെ ഉദ്ദേശം. അതായത് അങ്ങനെ ഒരു അറാബി പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. ഇതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അദബാണ്. അള്ളാഹുവിന് സ്ഥാനമുണ്ട്, അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇകഴ്ത്തിക്കൊണ്ട് അതിൽ നിന്ന് താഴ്ത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയരുത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രി മല്ലാഹ്, നിനക്കറിയുമോ എന്താണ് അള്ളാഹു എന്ന്? അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് എന്താണെന്ന്, അള്ളാഹുവിന്റെ സ്ഥാനം എന്താണെന്ന് അത് നീ എനിക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്നിട്ടാ പറഞ്ഞത്, ഇന്ന ശഅനല്ലാഹി അഅ്ദമു മിൻ ദാലിക്, ഇതിനേക്കാൾ, നീ പറഞ്ഞതിനേക്കാൾ എത്രയോ വലുതാണ്, മഹത്തരമാണ് അള്ളാഹുവിന്റെ കാര്യം എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ മഹത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കണം. ഇത് ഒരു അറാബി, അറിവില്ലാത്ത ഒരാള്, ഒരു ദീനിയായിട്ട് വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അദബുകളോ ഒന്നും അറിയാത്ത ഒരാൾ, ഒരു അറാബി പറഞ്ഞൊരു വാക്കിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള സൃഷ്ടികളെ, ശിർക്കിന്റെ ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുമ്പോൾ പച്ചയായ കുഫ്ർ പറയാൻ ഒരു മടിയുമില്ലാതെ ആളുകൾ പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വളരെ അറിവില്ലാത്ത ഒരാൾ, ഉദ്ർ നൽകപ്പെടാൻ എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാൾ, അയാളുടെ വാക്കിൽ നിന്ന് വന്നൊരു വാക്കിന്, അയാളുടെ നാവിൽ നിന്ന് വന്നൊരു വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് തിരുത്തി കൊടുത്തത്. അപ്പോൾ അറിവുള്ള ആളുകളായിട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്ന ഈ വാക്കുകളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് ബാബുകളെയും ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബ് തൗഹീദിന്റെ തഅലീഖിൽ അദ്ദേഹം ഒരുമിച്ച് പറയുന്നുണ്ട്. ബാബു അൽ ഇഖ്സാമു അലല്ലാഹ് വ ബാബുൻ ലാ യസ്തശ്ഫഉ ബില്ലാഹി അലാ ഖൽഖിഹി വഹാദാനിൽ അംറാനി മിൻ സൂഇൽ അദബി ഫീ ഹഖ്ഖില്ലാഹ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഈ രണ്ട് കാര്യവും, അല്ലാഹു സുബ്ഹാനഹു വ തആല മേലെ ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയലും, അള്ളാഹുവിനെ സൃഷ്ടികൾക്ക് ഇടയിൽ ഇടനിലക്കാരനായി വെക്കലും, സൂഉൽ അദബ്, അള്ളാഹുവിനുള്ള അവകാശങ്ങളിൽ മോശപ്പെട്ട മര്യാദകേട് കാണിക്കുന്നതിൽ പെട്ടതാണ്. വഹുവ മുനാഫിൻ ലിത്തൗഹീദ്, തൗഹീദിന് എതിരുമാണ്. അമൽ ഇഖ്സാമു അലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ സത്യം ചെയ്ത് പറയുക അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുക, അള്ളാഹു ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ആ നിലക്ക് പറയുക എന്നുള്ളത്, ഫഹുവ ഫിൽ ഗാലിബി മിൻ ബാബിൽ ഉജ്ബി നഫ്സ്, അത് അധികവും സംഭവിക്കുന്നത് ഒരാൾക്ക് സ്വന്തത്തിൽ ഉജുബുള്ളത് കൊണ്ടും വൽ ഇദ്ലാലി അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലെ തനിക്കൊരു അവകാശമുണ്ട് എന്ന് വാദിക്കുന്നത് കൊണ്ടുമാണ്.
അതായത് ഞാൻ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ല, എനിക്കിതിനൊക്കെ അർഹനാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകളെ ആ നിലക്ക് പറയുകയുള്ളൂ. വസൂഉൽ അദബി മഅഹു, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള മര്യാദകേടുമാണ്. വലാ യതിമ്മുൽ ഈമാനു ഹത്താ യസ്ലമു മിൻ ദാലിക കുല്ലിഹി, ഒരാൾ അതിൽ നിന്ന് പരിപൂർണമായി സുരക്ഷിതനാകാതെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അഥവാ അള്ളാഹുവിന് മുമ്പിൽ ആ താഴ്മയും അള്ളാഹുവിന് മുമ്പിൽ കുറവുള്ളവനാണ് എന്നുള്ള ബോധത്തിലാകാതെ അയാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. വമ്മൽ ഇസ്തിശ്ഫാഉ ബില്ലാഹി അലാ ഖൽഖിഹി ഫഹുവ തആല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഷാഫിയാക്കി വെച്ചുകൊണ്ട് സൃഷ്ടികളിലേക്ക് ശഫാഅത്ത് നടത്തുന്ന ഒരവസ്ഥ, അഅ്ളമു ശഅനൻ മിൻ അൻ യുതവസ്സല ബിഹി ഇലാ ഖൽഖിഹി, അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇടനിലക്കാരനാക്കി സൃഷ്ടികളിലേക്ക് അടുപ്പം നേടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ലിഅന്ന റുത്ബത്തൽ മുതവസ്സിൽ ബിഹി ഗാലിബൻ ദൂന റുത്ബത്തൽ മുതവസ്സിൽ ഇലൈഹി, ലിഅന്ന റുത്ബത്തൽ മുതവസ്സിൽ ബിഹി, ആരെക്കൊണ്ടാണോ നമ്മൾ തവസ്സുല് ചെയ്യാൻ നോക്കുന്നത്, അഥവാ ഇടനിലക്കാരനായി വെക്കാൻ നോക്കുന്നത് ആരെയാണോ, അയാളുടെ സ്ഥാനം എന്നുള്ളത് ഗാലിബൻ ദൂന റുത്ബത്തിൽ മുതവസ്സിൽ ഇലൈഹി, ആരിലേക്കാണോ ചേരാൻ നോക്കുന്നത് അതിനേക്കാൾ കുറവായിരിക്കും. അതായത് ആരിലേക്ക് അടുക്കാനാണോ നമ്മൾ വേറൊരാളെ ഇടനിലക്കാരനായി വെക്കുന്നത്, ആ ഇടനിലക്കാരനായി വെക്കുന്ന ആളുടെ സ്ഥാനം എന്തുകൊണ്ട് എന്തായിരിക്കും, അപ്പുറത്തുള്ള ആരിലേക്കാണോ അടുക്കാൻ നോക്കുന്നത് അതിനേക്കാളും കുറവായിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു രാജാവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ ഇടയിൽ മന്ത്രിയെ വെക്കുന്നു. കാരണം എന്താ, രാജാവിനേക്കാളും താഴെയാണ്. എപ്പോഴും അങ്ങനെ വരുള്ളൂ. വദാലിക മിൻ സൂഇൽ അദബി മഅ അല്ലാഹ്, അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിക്കിടയിൽ വെക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം, അള്ളാഹുവിനെ സൃഷ്ടിയേക്കാൾ അള്ളാഹുവിന്റെ സ്ഥാനത്തെ താഴ്ത്തി കാണുന്ന അവസ്ഥയാണ്. എന്നിട്ട് പറയാണ് വദാലിക മിൻ സൂഇൽ അദബി മഅ അല്ലാഹ്, അത് അള്ളാഹുവിനോടുള്ള മോശപ്പെട്ട മര്യാദ അല്ലെങ്കിൽ മര്യാദകേടിൽപ്പെട്ടതാണ്. ഫയതഅയ്യനു തർക്കുഹു, നിർബന്ധമായും അത് ഒഴിവാക്കണം. ഫഇന്ന ശഫാഅ ലാ യശ്ഫഊന ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ഇനി അള്ളാഹുവിന്റെ അടുക്കൽ തന്നെ ആരെങ്കിലും ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ടല്ലാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. വകുല്ലുഹും യഖാഫൂൻ, എല്ലാവരും ആ ശുപാർശകരാവട്ടെ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഫകൈഫ യഅകിസുൽ അംർ ഫയജ്അലുഹു വശാഫിഅ, അപ്പോൾ അതിനെതിരായി കൊണ്ടുള്ള ഒരു അവസ്ഥയോ, അള്ളാഹുവിനെ ഷാഫിയാക്കുന്ന അവസ്ഥയോ, അതായത് അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുന്ന വിഷയത്തിൽ തന്നെ അള്ളാഹു അനുവദിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി വേണം, അത് തന്നെ ആളുകൾക്ക് എന്താണ് പേടിയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഷഫാഅത്തുൽ ഉമമയുടെ ഹദീസിൽ ജനങ്ങളെല്ലാവരും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോവുകയാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോവുകയാണ്, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെ അടുക്കലൊക്കെ പോയിട്ട് അവർ പറയുന്നത് എന്താണ്, അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്തണം, ഒന്ന് വിചാരണ തുടങ്ങാൻ വേണ്ടി. അപ്പൊ അവരൊക്കെ പറയുന്ന കാര്യം എന്താണ്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് നബിമാർ ഒഴിവാവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കെ അള്ളാഹുവിനെ ഷാഫിന്റെ സ്ഥാനത്ത് വെക്കുന്നത് എന്ത് കാര്യമാണ്? വഹുവൽ കബീറുൽ അദീം അല്ലദീ ഖദഅത് ലഹു അർറിഖാബു വദല്ലത് ലഹു അൽകായിനാതു ബിഅസ്രിഹാ, അല്ലാഹു തആല മഹത്വമുള്ളവനാണ്. എല്ലാവിധ ആളുകളും എല്ലാവിധ വ്യക്തികളും അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങുന്നു. ഉള്ളതായിട്ടുള്ള എല്ലാ സൃഷ്ടികളും പരിപൂർണമായിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനായിട്ടുള്ള അള്ളാഹു അത്രയും മഹത്വമുള്ളവനാണ്. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ടുവരാൻ പാടില്ല. അടുത്ത ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമത്ത് തൗഹീദ് വസദ്ദിഹി തുർഖ ശിർക്കി. അടുത്ത ബാബു വരുന്നത് മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചത് അല്ലെങ്കിൽ തടഞ്ഞത് എന്തിനെ? ഹിമത്ത് തൗഹീദ്, തൗഹീദിനെ സംരക്ഷിച്ചത്. വസദ്ദിഹി തുർഖ ശിർക്ക്, ശിർക്ക് കടന്നു വരുന്ന വഴികളെല്ലാം തടഞ്ഞത്. ഇതേ ആശയത്തിൽ മുൻപൊരു ബാബ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷിർക്കിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളെ, എന്തെങ്കിലും കർമ്മങ്ങൾ ആ ഷിർക്കിനോട് സാമ്യതപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മുമ്പുള്ള ബാബുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ബാബു വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഈ ബാബിൽ പരാമർശിക്കുന്നത് വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ടല്ല, വാക്കുകൊണ്ട് ഷിർക്കിലേക്ക് എത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൗഹീദിനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ടുള്ളത് മുമ്പ് പറഞ്ഞു. വാക്കുകൊണ്ട് ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ശിർക്കിന്റെ ഒരു വഴിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തൗഹീദിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ അൻ അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു قال انطلقت في وفد بني عامر إلى رسول الله صلى الله عليه وسلم. ബനു ആമിറിന്റെ വഫ്ദിൽ, നിവേദക സംഘത്തിൽ ഒരു സംഘമായി ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പുതുതായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് പല നാടുകളിൽ നിന്നുള്ള ഗോത്രങ്ങളും വിഭാഗങ്ങളും എല്ലാം നിവേദക സംഘങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരാറുണ്ട്. അങ്ങനെ അവർ, അതായത് ദീനിയായ തർബിയത്ത് കിട്ടിയിട്ട് വളർന്നു വന്ന ആളുകളാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിലൊക്കെ വീഴ്ചകൾ ഉണ്ടാവും. ഇപ്പോൾ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ ദാത്ത് അൻവാദ് ചോദിച്ച പോലെ പുതുമുസ്ലിമീങ്ങളാണ്. അപ്പോൾ പുതുമുസ്ലിമീങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അറാബികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകളും സംസാരങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത സംഭവമുണ്ട്. അവർ മുഹാജിറുകളോ അൻസാരികളോ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുപാട് സുഹ്ബത്ത് കിട്ടി, ഒരുപാട് ഈമാൻ പഠിച്ച് തൗഹീദ് പഠിച്ച ആളുകളായിരിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് അവർ വന്നപ്പോൾ ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, അൻത സയ്യിദുന, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു, സയ്യിദാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹു തബാറക വതആല. സയ്യിദ് എന്നുള്ളത്, യഥാർത്ഥ നേതാവ് എന്ന് പറയുന്ന, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് അല്ലെങ്കിൽ സമദ് എന്നുള്ള അർത്ഥത്തിലൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. ഫഖുൽന, അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു, വഅഫ്ദലുനാ ഫദ്ലൻ വഅഅ്ദമുനാ തൗലൻ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയും ഞങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവനാണ് താങ്കൾ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾ എന്താണ് വെച്ചാൽ പറഞ്ഞോ, ഔ ബഅദി ഖൗലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ ചിലത്, വലാ യസ്തജ്രിയന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ അവന്റെ ദൂതനാക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ ദൂതരാക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ജറി എന്ന് പറഞ്ഞാൽ റസൂൽ എന്നാണ് അർത്ഥം. അഥവാ പിശാച് നിങ്ങളെ അവന്റെ ഒരു ദൂതൻ എന്ന നിലക്ക് ആ രീതിയിൽ നിങ്ങളെ പിഴപ്പിക്കുന്ന അവസ്ഥ ആക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ ജയ്യിദ്. അപ്പോൾ ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണോ അല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്. വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, അന സയ്യിദു വലദി ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കാരം കൊണ്ട് പറയല്ല എന്ന് പറഞ്ഞിട്ട് ശഫാഅത്തുൽ ഉളമ ഹദീസ് പറയുന്നതിന് മുമ്പ് തുടങ്ങുന്നതന്നെ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണെന്ന് പറഞ്ഞിട്ടാണ് ശഫാഅത്തുൽ ഉളമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ടാണ് പരലോകത്ത് വിചാരണ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ടാണ് സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുക. ആദ്യം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സയ്യിദാണ്. പക്ഷേ അത് ആ സ്ഥാനം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹനായിട്ടും പുതുതായി വന്നിട്ടുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അവർ ഒരു പരിധി വിട്ട നിലക്ക് സയ്യിദ് എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോൾ അവർക്ക് ആ അദബ് പഠിപ്പിക്കാനും അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം അത് അത്രയും ഉന്നതമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ് എന്റെ സ്ഥാനം എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത്. അത് അടുത്ത ഹദീസിൽ ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്, അസ്സയ്യിദു അല്ലാഹു തബാറക വതആല, അള്ളാഹു ആണ് സയ്യിദ് എന്ന് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് വലദി ആദമാണ്, അതിൽ സംശയമില്ല. ആദം സന്തതികളുടെ നേതാവാണ്, നബിമാരുടെ നേതാവാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ആ ഒരു സ്ഥാനത്തിന്റെ, കാരണം പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, ആ സംഘം ഈ നിലക്ക് അവർ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തരത്തിലും അള്ളാഹുവിൽ നിന്ന് തെറ്റി, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വത്തിൽ നിന്ന് തെറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊരു ചെരിഞ്ഞു പോകരുത് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കുകൊണ്ടുള്ളത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. പ്രവർത്തനം കൊണ്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശിർക്ക് മുശ്രിക്കുകൾ അറക്കുന്ന സ്ഥലത്ത് അറക്കാൻ പാടില്ല, അവരുടെ ആഘോഷം നടക്കുന്ന സ്ഥലത്ത് അറക്കാൻ പാടില്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും പാടില്ല എന്നുള്ളത്. കാരണം ഒരു തരത്തിലും ശിർക്കിനോട് സാമ്യത തോന്നാത്ത, ഒരു തരത്തിലും അതുപോലുള്ള പ്രവർത്തനങ്ങൾ പാടില്ലാത്ത നിലക്ക് പറഞ്ഞിട്ടുണ്ട്. വാക്കുകൊണ്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഹദീസ് കൂടിയും ഈ ബാബിൽ കാണാം. وعن أنس رضي الله عنه أن ناسا قالوا, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചില ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ ഖൈറന വബ്ന ഖൈരിന വസയ്യിദന വബ്ന സയ്യിദിന, ഞങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവനെ, ഞങ്ങളെ ഏറ്റവും ഖൈറുള്ളവന്റെ മകനെ, അതുപോലെ ഞങ്ങളുടെ സയ്യിദിന്റെ മകനെ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിധി വിട്ട് അങ്ങോട്ട് പുകഴ്ത്തുന്ന, അതായത് നബി സല്ലല്ലാഹു യോജിച്ച കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഖൈറുള്ള ആള്, സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, സംശയമല്ല. പക്ഷേ അതൊരു പരിധി വിട്ട അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ബിഖൗലിക്കും, നിങ്ങൾ ആ പറയുന്ന വാക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് നിലക്ക് പറയാം. വലാ യസ്തഹ്വിയന്നകുമുശ് ശൈത്താൻ, നിങ്ങളെ പിശാച് നിങ്ങളുടെ ഹവയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലാകാതിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ പറയുമ്പോൾ പിശാച് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന, നിങ്ങൾക്ക് തോന്നുന്നത് പിശാച് നന്നാക്കി കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിയെ പിശാച് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. മുഹമ്മദുൻ അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അവന്റെ റസൂലുമാണ്. മാ ഉഹിബ്ബു അൻ തർഫഊനി, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്നെ ഉയർത്തുന്നത്. ഫൗഖ മൻസിലതി, എന്റെ സ്ഥാനത്തിൽ നിന്ന്. അല്ലതി അൻസലനില്ലാഹ്, അല്ലാഹു തആല എനിക്ക് ഏതൊരു സ്ഥാനമാണോ നൽകിയിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാഹുയുടെ സ്ഥാനം എന്താണ്? അബ്ദുല്ലാ വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖലീലുമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉയർത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നുള്ള പേരിലാവട്ടെ പറയുന്ന മാല മൗലൂദുകൾ ഇതിൽ നിന്നെല്ലാം എത്രയോ അപ്പുറത്താണ്. അത് പോട്ടെ, അല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാണിക്കാൻ എന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കിട്ടാൻ എന്ന പേരിൽ പറയുന്ന ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതാണ്. ഏറ്റവും ഖൈറുള്ള ആളാണ്, സയ്യിദാണ്, യോജിച്ച കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും ശിർക്കിലേക്കുള്ള ഒരു വഴിയിലേക്ക് കയറരുത്, തൗഹീദ് അള്ളാഹുവിലേക്ക് മാത്രം ബന്ധപ്പെടുത്തി നിൽക്കണം എന്ന നിലയ്ക്ക് സംരക്ഷിച്ചു വെച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഇന്നത്തെ കാലത്തെ ആളുകൾ, മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന പേരിൽ എത്രയോ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിൽ പറയുന്ന വാക്കുകൾ കാണാം. ചരിത്രത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു അവസ്ഥ അത് ചിന്തിച്ചാൽ വളരെയധികം അനുഭവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ കള്ള ആരോപണം നടത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആയിഷ ബീവി ആണെങ്കിൽ ഒരുപാട് ദിവസം കരഞ്ഞ് ദുഃഖിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യം മനസ്സിലാവണില്ല, ആളുകളെല്ലാവരും തന്റെ മേലെ കള്ള ആരോപിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് വീട്ടിൽ കയറിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന വാക്ക്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക, നീ നിരപരാധിയാണ് എങ്കിൽ അള്ളാഹു തആല അത് തെളിയിക്കുമെന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് വളരെയധികം വിഷമമായി. ആയിഷ ബീവി ഹദീസിൽ പറയുന്നുണ്ട്, എന്റെ കണ്ണീര് അവിടെ നിന്നുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിലും മനസ്സിലാക്കുന്ന വിചാരിച്ചത് ഭർത്താവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂല് പോലും വിശ്വസിക്കാത്ത ഒരവസ്ഥയിൽ റസൂല് പോലും സംശയിക്കുകയാണല്ലോ എന്ന നിലക്ക്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് മറുപടി പറഞ്ഞു? ഞാൻ ഖുർആനിലൊന്നും വലിയ ആദ്യം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഉപ്പ മറുപടി പറയും. അബൂബക്കർ റളിയല്ലാഹു ഒന്നും പറഞ്ഞില്ല, ഞാനെന്ത് പറയാനാ. ഉമ്മാനോട് പറഞ്ഞു, മറുപടി പറയും. ഉമ്മയും പറഞ്ഞു, ഞാനെന്ത് പറയാനാ. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് ഖുർആനൊന്നും വല്ലാതെ അറിയൊന്നുമില്ല, പക്ഷെ എനിക്കിപ്പോ പറയാനുള്ളത് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ, അള്ളാഹുവാണ് എനിക്ക് സഹായം ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരോപിക്കണം, ആരോടെ പറയണ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു ചെറിയ ഒരു പെൺകുട്ടി പറയുന്ന വാക്കാണത്. ആ ഹദീസിന്റെ ആശയം എങ്ങനെയാണ്? എനിക്ക് വലിയ അറിവൊന്നുമില്ല ഖുർആനിൽ, ഞാൻ ചെറിയ ആളാണ്, പക്ഷെ എനിക്കിപ്പോ പറയാനുള്ളത്, ഞാൻ ആലോചിച്ച് നോക്കണത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചെടുത്ത തൗഹീദ് എന്നാണ്. എനിക്കിപ്പോ പറയാനുള്ളത് ആരുമില്ല എന്ന് ബോധ്യപ്പെടുമ്പോ, അള്ളാഹുവിന്റെ റസൂല് പോലും സ്വന്തം ഭർത്താവ് പോലും തനിക്ക് എതിരായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി പറയുന്ന വാക്കാണ് എനിക്ക് സഹായം ചോദിക്കാനുള്ളത്. വല്ലാഹുൽ മുസ്തആൻ, യഖൂൽ നബി പറഞ്ഞ വാക്കാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇതിന് ശേഷമുള്ള സംഭവം കാണാം. അവിടെ വഹി ഇറങ്ങി, ആയത്തുൽ ബറാഅത്തിന്റെ ആയത്ത്, സൂറത്തുൽ നൂറിലെ ആയത്തുകൾ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ആയിഷ നിന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ചിട്ട് ആയത്ത് ഓതിക്കൊടുത്തു. അപ്പോ ആയിഷ ബീവിയുടെ ഉമ്മ പറഞ്ഞു, റസൂലിനോട് പോയിട്ട് നന്ദി പറയുക പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പറയില്ല, എന്റെ നിരപരാധിത്വം തെളിയിച്ചത് അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുള്ളൂ, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുള്ളൂ പറഞ്ഞു. എന്താ അപ്പോൾ അവിടെ പഠിപ്പിച്ചെടുത്ത തൗഹീദ് എന്താണ്? ഇന്ന് കാലത്തെ ആളുകളാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പുറത്ത് നബിമാരുടെ നേതാവായിട്ടുള്ള റസൂലുള്ള ഉണ്ട്, അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഔലിയാക്കളുടെ നേതാവ്. ഇവരെ തവസ്സുൽ ചെയ്ത് ഇവരെ ശുപാർശ നേടിക്കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനാണ് ഇന്നത്തെ ആളുകൾ നോക്കുക. പക്ഷെ അവിടെ
ഇവരെല്ലാവരും ഇല്ലാത്തപ്പോഴും അല്ലാഹു മദി, അള്ളാഹു ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ ആ ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ച ആ വാക്ക്, ആ തൗഹീദ്, ആ വാക്കിന്റെ ഒരു ഫലമാണ് ആ ആയത്തുകൾ ഇന്നും പാരായണം ചെയ്യപ്പെടുന്നത്. ഇന്നും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര ശുദ്ധി മഹത്വപ്പെടുത്തുന്ന ആയത്തുകൾ ഖുർആനിൽ പാരായണം ചെയ്യപ്പെടുന്നത് അല്ലാഹുൽ മുസ്തആൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. 7 ആകാശത്തിന് മുകളിൽ നിന്ന് അള്ളാഹു ആയത്തിറക്കുന്നത് അതാണ്. അപ്പൊ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ മുജാദില നോക്കി നോക്കിയാൽ സൂറത്തുൽ മുജാദില, ഖൗല ബിൻത് സഅലബ വതഷ്തകി ഇലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല. എന്റെ ഭർത്താവ് എന്നെ വിഹാർ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇനി ജീവിക്കണം, അതിനെന്താണ് വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അപ്പൊ അള്ളാഹു പറയാണ് വതഷ്തകി ഇലല്ലാഹ്, അവിടെ വെച്ചുകൊണ്ട് ആ സ്ത്രീ അള്ളാഹിനോടാ പരാതിപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാൻ ഹുജറയിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ട്, ഞാൻ ആ സ്ത്രീ എന്താ പറയുന്നത് കേട്ടിട്ടില്ല, പക്ഷെ അള്ളാഹുവോട് ആയത്തിറക്കി, അള്ളാഹുവിനോടാ പരാതി പറഞ്ഞതും അത് ആയത്തൊന്നും പാരായണം ചെയ്യപ്പെടുന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം കാര്യങ്ങൾ മടക്കുന്ന, അള്ളാഹുവിന് മാത്രം ആശ്രയിക്കുന്ന, അള്ളാഹുവിന് മാത്രം തേടുന്ന രീതിയിൽ ഒരു ഖൽബിനെ മാറ്റിയെടുക്കുമ്പോഴാണ് തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കുക. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉന്നതമായ അവസ്ഥയാണ് ചില സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് തുടക്കക്കാരായ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളാണ്. എന്നാൽ ഇസ്ലാം പരിശീലിച്ച് ബൈഅത്തൊക്കെ ചെയ്തു കഴിഞ്ഞ സ്വഹാബികളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ തസ്അലുൻ നാസ ശൈഅ, നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന നിലയ്ക്ക് ചില ആളുകളോട് ബൈഅത്ത് വാങ്ങിയത് തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥയെ അറിയിക്കാനാണ്. അപ്പൊ ഈ ബാബിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം വാക്കുകൊണ്ടുള്ള നിലക്ക് പോലും ശിർക്കിന്റെ ഒരു ഭാഗത്തേക്ക് ചെരിയാൻ, അല്ലെങ്കിൽ തൗഹീദിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറവ് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. അങ്ങനെ തൗഹീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നഊദു ബില്ലാഹ്, ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ഖബറിൽ കിടക്കുന്ന ഒരാള്, അയാൾ ആരാണെന്ന് തന്നെ അറിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, അയാൾ ഒരു സ്വാലിഹാണെന്നോ, അല്ലെങ്കിൽ അത് സ്വാലിഹാണെങ്കിൽ കൂടി പറ്റില്ല, അള്ളാന്റെ റസൂലാണെങ്കിൽ പോലും പറ്റൂല. പക്ഷെ ഒരു അറിവില്ലാത്ത ആളുകൾ അവരുടെ അടുക്കൽ പോയി അള്ളാഹുവിനോട് ചെയ്യേണ്ട ഇബാദത്തുകൾ അവരോട് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, അല്ലെങ്കിൽ അവരെ ഇടനിലക്കാരി ആയി വെക്കാൻ ഒരു അർഹതയുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആലോചിച്ച് നോക്കി, എന്ത് വലിയ അപകടമാണ്. ഒരു മുസ്ലിമിന്റെ ഖൽബ് ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ വേദനിക്കണം. അത്രയും പിഴച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാബിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള തഅലീഖ്, ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ ഹിമത്ത് തൗഹീദ് വസദ്ദിഹി തുർഖ ശിർക്ക്. തഖദ്ദമ നദീറു ഹാദിഹി തർജമ. ഈ ഒരു തർജമ അല്ലെങ്കിൽ ഈ ഒരു തലക്കെട്ടിന്റെ വിഷയത്തിലുള്ളത് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇതിനോട് സാമ്യമായിട്ടുള്ളത്. വആദഹ അൽ മുസന്നിഫു ഇഹ്തിമാമൻ ബിൽ മഖാം. ഇത് വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന് അത്രയും ഗൗരവമുള്ളതുകൊണ്ട്, ആ സ്ഥാനമുള്ളതുകൊണ്ടാണ്. ഫഇന്ന തൗഹീദ ലാ യതിമു വലാ യുഹ്ഫളു വലാ യുഹസ്സനു ഇല്ലാ ബിജ്തിനാബി ജമീഇ തുർഖിൽ മുഫ്ദിയതി ഇല ശിർക്ക്. ഒരാളുടെ തൗഹീദ് ഒരിക്കലും പൂർത്തിയാവുകയോ സംരക്ഷിക്കപ്പെടുകയോ സുരക്ഷിതമാവുകയില്ല ഇല്ലാ ബിജ്തിനാബി ജമീഇ തുർഖിൽ മുഫ്ദിയതി ഇല ശിർക്ക്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന, നയിക്കുന്ന എല്ലാവിധ കവാടങ്ങളും ഒഴിവാക്കാതെ, എല്ലാവിധ മാർഗങ്ങളും ഒഴിവാക്കാതെ. വൽഫർഖു ബൈനൽ ബാബൈൻ. ഈ രണ്ട് ബാബുകൾ അഥവാ ഇതേ ആശയത്തിൽ മുൻപ് വന്നിട്ടുള്ള ബാബും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൽ ഊല ഫീഹി ഹിമായത്തു തൗഹീദ് ബിസദ്ദി തുർഖിൽ ഫിഅലിയ. ആദ്യം ഈ വിഷയം പരാമർശിച്ചിട്ടുള്ളത് പ്രവർത്തനപരമായിട്ടുള്ള, പ്രവർത്തനത്തിൽ ഷിർക്കിലേക്ക് എത്തുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞതും സംരക്ഷിച്ചതുമാണ്. വഹാദൽ ബാബ്, എന്നാൽ ഈ ബാബ് ഫീഹി ഹിമായത്തുഹു വസദ്ദുഹു ബിത്തഅദീബി വത്തഹഫ്ഫുദി ബിൽ അഖ്വാൽ. സംസാരം കൊണ്ടുള്ള, സംസാരത്തിൽ വരുന്ന വിഷയങ്ങൾ ശിർക്കിലേക്ക് എത്തിക്കുന്നത്, തൗഹീദിന് പോരായ്മ വരുത്തുന്നത്, അതിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് ഈ ബാബിൽ. ഫകുല്ലു ഖൗലിൻ യുഫ്ദി ഇലൽ ഗുലൂവി അല്ലദീ യുഖ്ശാ മിൻഹുൽ വുഖൂഉ ഫി ശിർക്ക്. ഏതൊരു വാക്കും ഗുലൂവിലേക്ക് എത്തിക്കുന്ന അഥവാ പരിധി വിടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കേണ്ട സ്ഥാനമാവട്ടെ, അതില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതാണ് വിഷയം എന്നുണ്ടെങ്കിൽ ബാക്കി അതിന് താഴെ ബാക്കിയുള്ളവർക്ക് വരുള്ളൂ. അപ്പൊ അതിന് ഗുലൂവിലേക്ക് എത്തിക്കുന്ന ഏതൊരു വാക്കും യുഖ്ശാ മിൻഹുൽ വുഖൂഉ ഫി ശിർക്ക്, ശിർക്കിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് ഭയപ്പെടുന്നുണ്ട്. ഫൈനഹു യതഅയ്യനു ഇജ്തിനാബ്. ഈ ഒരു കാര്യം, ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയും,
ഫകുല്ലു ഖൗലിൻ യുഫ്ദി ഇലൽ ഗുലൂവി അല്ലദി യുഖ്ശാ മിൻഹുൽ വുഖൂഉ ഫി ശിർക്ക്. ഏതൊരു വാക്കും ഗുലൂവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഗുലൂവിലേക്ക് എത്തിക്കുമെന്നുണ്ടെങ്കിൽ അതിൽ ശിർക്ക് സംഭവിക്കുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾ ഈ മൗലീദുകളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് മദ്ഹാണ് എന്ന നിലക്കൊക്കെ പറയാറുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗുലൂവിന്റെ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഏതൊരു വാക്കും എന്ത് ഭയപ്പെടണം? ശിർക്ക് ഭയപ്പെടണം. അതുകൊണ്ടാണ് ഈ നിലക്ക് നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹമായിട്ടുള്ള സ്ഥാനവും പേരും പറഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുതു മുസ്ലിമീങ്ങളുടെ അടുക്കൽ അത് വേണ്ട എന്ന നിലക്ക് പറയാനുള്ള കാരണം, فإنه يتعين اجتنابه ولا يتم التوحيد إلا بتركه. നിർബന്ധമായും അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഒരാളുടെ തൗഹീദ് പൂർണ്ണമാവുകയില്ല. അതുപോലെ അതായത് ഈ ഗുലൂവിലേക്ക് എത്തിക്കുന്ന സംസാരങ്ങൾ. വൽഹാസിൽ, ചുരുക്കം പറഞ്ഞാൽ, അന്ന തമാമ തൗഹീദ് ബിൽ ഖിയാമി ബിശുറൂതിഹി, ഒരാളുടെ തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ നിബന്ധനകൾ സ്ഥാപിക്കുന്നതിലൂടെയാണ്. വർക്കാനിഹി വ മുക്കമ്മിലാത്തിഹി വ മുഹഖിഖാത്തിഹി, അതിന്റെ സ്തംഭങ്ങൾ, അതിന്റെ പരിപൂർണമാകേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ തൗഹീദ് പൂർത്തിയാവുക. വബിജ്തിനാബി നവാഖിളിഹി വമുൻഖിസാത്തിഹി ളാഹിറൻ വബാത്തിനൻ, അതുപോലെ തന്നെ തൗഹീദിനെ തകർക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറവുണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ബാഹ്യമായതാവട്ടെ ആന്തരികമായതാവട്ടെ, അതിനൊക്കെ ഒഴിവാക്കണം. ഖൗലൻ വഫിഅലൻ വഇറാദതൻ വഇഅ്തിഖാദൻ, വാക്കാവട്ടെ പ്രവർത്തനമാകട്ടെ ഉദ്ദേശമാകട്ടെ വിശ്വാസമാകട്ടെ, അതിനെയെല്ലാം ഒഴിവാക്കണം. വഖദ് മളാ മിന തഫാസീലി മാ യൂദഹു ദാലിക്, അതിനെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അഥവാ ധാരാളം ബാബുകളിൽ ഇതിന്റെ ശാഖാപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഇമാം സഅദി റഹിമഹുള്ള പറയാണ്. ഇനി കിതാബ് തൗഹീദിലെ അവസാനത്തെ ബാബ്, ബാബു ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് അഥവാ ഖുർആനിലെ ഒരു ആയത്താണ് ഈ ബാബിന്റെ തലക്കെട്ട്. സൂറത്ത് സുമറിലെ 67-ാമത്തെ ആയത്ത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ ഒരു കിതാബിനെ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവസാനിപ്പിക്കുന്നത് ഇതിൽ പറഞ്ഞ അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും അള്ളാഹു മാത്രമാണ് അർഹൻ എന്നറിയിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ സ്ഥാനത്തെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ അറിയിക്കുന്ന ഒരായത്തിലൂടെ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൂടെ അസറുകളിലൂടെയാണ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. തുടങ്ങിയത് അള്ളാഹുവിനോടുള്ള ബാധ്യത കൊണ്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തുകൊണ്ടാണ് അള്ളാഹു തആല അതിന് അർഹനാകുന്നത് എന്നുള്ള ആ പരിപൂർണതയെ ഈ ഒരു ആയത്തിലൂടെ അറിയിക്കുന്നുണ്ട്. ഈ ആയത്ത് സൂറത്ത് സുമറിലെ 67-ാമത്തെ ആയത്ത്, അതിന്റെ ആശയം തന്നെ അതിന്റെ ആ മഹത്വത്തെ അറിയിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിന്ന് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മിമ്പർ വിറകൊള്ളുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗാംഭീര്യത്തോടു കൂടി ഈ ആയത്ത് മിമ്പർ മറിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. അത്രയും ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറകൊണ്ടതായി കാണാം. കാരണം അതിന്റെ ആശയം അത്രയും മഹത്തരമാണ്. ആയത്തിന്റെ അർത്ഥം വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. അഥവാ മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിൽ ഈ ശിർക്കിന്റെ ഏതൊരു അംശം വെക്കുന്ന ആളും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേലെ ന്യൂനതകൾ ആരോപിക്കുന്ന ഏതൊരാളും അള്ളാഹുവിന് കണക്കാക്കേണ്ട ഗാംഭീര്യം, അള്ളാഹുവിന് കണക്കാക്കേണ്ട സ്ഥാനം, അള്ളാഹുവിന് കണക്കാക്കേണ്ട അളമത്ത് അവർ കണക്കാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹു എന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം എന്താണ് എന്നുള്ളത്. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങളെല്ലാം, ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾ, നമ്മൾ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യബുദ്ധിക്കോ അവന്റെ ശാസ്ത്രത്തിനോ മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത ആകാശങ്ങൾ അവന്റെ വലതു കരത്തിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്, വ തആല എത്ര ഉന്നതനാണ്, അമ്മാ യുശ്രികൂൻ അവർ പങ്കുചേർക്കുന്നതിനെ തൊട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഏറ്റവും വലുതാവാനാണ് നോക്കുന്നത്. ഇപ്പോ സമ്പത്ത് കൊണ്ട് ഉന്നതിയിലെത്തിയ ആളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം കാണാം, അയാൾ എത്രത്തോളം സമ്പത്ത് കൈവരിച്ചിട്ടുണ്ടാകും. അത് അധികാരം കൊണ്ട് ഉന്നതമായ ആള് എത്രത്തോളം അധികാരം കൈപ്പിടിയിൽ ആക്കിയിട്ടുണ്ടാകും, എത്രത്തോളം ഉന്നതിയിലെത്തിയിട്ടുണ്ടാകും.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സമ്പത്ത് കൊണ്ട് ഒരാൾക്കും സൂര്യനെ വാങ്ങാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എത്രത്തോളം ഉണ്ടാവും സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? കടലിലെ മത്സ്യങ്ങളെ മൊത്തം അധികാരപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുമോ? കാട്ടിലെ മൃഗങ്ങളെ മൊത്തം അധികാരപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, ആകാശവും ഭൂമികളും ആകാശങ്ങളും അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എത്രത്തോളം വഖാറത്ത്, എത്രത്തോളം അളമത്ത് അള്ളാഹുവിനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഹദീസുകൾ കാണാം. ഏതൊരു മുസ്ലിമിനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഏതൊരാൾക്കും ഖൽബിൽ ഒരു വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു ഹദീസ് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ ഹബ്റുൻ മിനൽ അഹ്ബാരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജൂത പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഥവാ തൗറാത്തിലെല്ലാം അറിവുള്ള ആള് പറഞ്ഞു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇന്നാ നജിദു അന്ന അല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഉസ്ബുഇൻ. പറഞ്ഞു, ഞങ്ങളുടെ കിതാബുകളിൽ കണ്ടിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ഒരു വിരലിലാക്കും. വൽ അർദീന അലാ ഉസ്ബുഇൻ, അല്ലാഹു ഭൂമികളെ ഒരു വിരലിലാക്കും. വശജറ അലാ ഉസ്ബുഇൻ, വൃക്ഷങ്ങളെ ഒരു വിരലിലാക്കും. വസ്സറ അലാ ഉസ്ബുഇൻ, മണ്ണിനെയും കരയെയും ഒരു വിരലിലാക്കും. വസാഇറൽ ഖൽഖി അലാ ഉസ്ബുഇൻ, മറ്റുള്ള എല്ലാ സൃഷ്ടികളും മറ്റൊരു വിരലിലും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറയാണ്, ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫളഹിക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു തസ്ദീഖൻ ലിഖൗലിൽ ഹബ്ർ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അണപ്പല്ല് കാണുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു, ആ പറഞ്ഞത് സത്യമാണെന്ന് അറിയിച്ചുകൊണ്ട്. എന്നിട്ട് സുമ്മ ഖറഅ, എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ എന്നുള്ള ഈ ആയത്ത് പാരായണം ചെയ്തു. ഇതേ സംഭവം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം. വൽ ജിബാല വശജറ അലാ അസ്ബുഇൻ ثم يهزهن فيقول, വൃക്ഷങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളും ഒരു വിരലിലാക്കിയിട്ട് കൊണ്ട് എന്തു ചെയ്യും? അതിനെ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കുലുക്കും. കയ്യിൽ എന്തെങ്കിലും ഇട്ട് കുലുക്കുന്നതിനാണ് യഹുസുഹുൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആക്കുന്നതിന് അങ്ങനെ ആക്കും. എന്നിട്ട് പറയും, ഫയഖൂൽ അനൽ മലിക് അനല്ലാഹ്, ഞാനാണ് രാജാവ്, ഞാനാണ് മലിക്, ഞാനാണ് അള്ളാഹു എന്ന് പറയും. വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിയുടെ റിവായത്തിൽ കാണാം, യജ്അലു സ്സമാവാതി അലാ അസ്ബുഇൻ വൽ മാഅ വസ്സറാ അലാ അസ്ബുഇൻ വസാഇരിൽ ഖൽഖി അലാ അസ്ബുഇൻ. അഖ്റജാഹു, അതേ ആശയത്തിൽ തന്നെ. വലി മുസ്ലിമിൻ അൻ ഇബ്നു ഉമർ മർഫൂഅൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്തിൽ സഹീഹ് മുസ്ലിമിൽ കാണാം, യത്വില്ലാഹു സ്സമാവാതി യൗമൽ ഖിയാമ, അല്ലാഹു തആല അന്ത്യനാളിൽ ആകാശങ്ങളെ ചുരുട്ടിക്കൂട്ടും. ثم يأخذهن بيده اليمنى, എന്നിട്ട് വലത് കരത്തിൽ അതിനെ പിടിക്കും. ثم يقول, എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐനൽ ജബ്ബാറൂൻ, എവിടെ? ദുനിയാവിൽ അഹങ്കാരം കാണിച്ച, പെരുമ കാണിച്ച ആളുകൾ. ഐനൽ മുതകബ്ബിറൂൻ, ദുനിയാവിൽ പൊങ്ങച്ചവും അഹങ്കാരവും കാണിച്ച ആളുകൾ എവിടെ? ثم يتوي الأرضين السبع, പിന്നെ 7 ഭൂമികളെ എടുക്കും, അതിനെ ചുരുട്ടും. ثم يأخذهن بشماله, അള്ളാഹുവിന്റെ ഇടത് കരത്തിൽ, 2 കരങ്ങളും വലതിന്റെ മഹത്വമുള്ളതാണ്, ഇടത് കരത്തിൽ അള്ളാഹു ചുരുട്ടു പിടിക്കും. ثم يقول, എന്നിട്ട് പറയും, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, ഞാനാണ് രാജാവ്, എവിടെ? ദുനിയാവിൽ അഹങ്കാരം കാണിച്ച, പൊങ്ങച്ചം കാണിച്ച ആളുകൾ. വറുവി അൻ ഇബ്നു അബ്ബാസ് ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മസ്സമാവാതു السبع والأرضون السبع في كل الرحمن إلا كخردلة في يد أحدكم في كل പറയുന്നുണ്ട്, മസ്സമാവാതു السبع والأرضون السبع في كف الرحمن إلا كخردلة في يد أحدكم. 7 ആകാശങ്ങളാവട്ടെ 7 ഭൂമിയാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈപ്പിടിയിൽ, നിങ്ങളുടെ ഒരാളുടെ കൈപ്പിടിയിൽ ഏതെങ്കിലും ഒരു കടുകുമണി, അല്ലെങ്കിൽ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ പിടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഒരു കടുകുമണി വലുപ്പമുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായിരിക്കും അത് ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പൊ നോക്കിയും ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗാംഭീര്യത്തെ ആലോചിച്ച് നോക്കി. ദുനിയാവിൽ എത്ര പെരുമ കാണിച്ചിട്ടും
എത്ര അഹങ്കാരം കാണിച്ചിട്ടും, എത്ര പദവി ഉണ്ടായിരുന്നാലും, എത്ര സമ്പത്ത് ഉണ്ടായിരുന്നാലും, എന്തെല്ലാം രീതിയിൽ ഒരാൾ ദുനിയാവിൽ അഹങ്കാരം കാണിച്ചാലും അതെല്ലാം നിരർത്ഥകമായി പോകുന്ന, നിസ്സാരമായി പോകുന്ന ഒരവസ്ഥയാണത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭൂമികളും ആകാശങ്ങളും മുഴുവൻ എടുക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് അത്രത്തോളം നിസ്സാരമായ ഒരവസ്ഥയിൽ. ഇതിനെ അറിയിക്കുന്ന മറ്റൊരു റിവായത്ത് കാണാം. വഖാല ഇബ്നു ജരീർ حدثني يونس أنبأنا ابن وهب قال قال ابن زيد ابن وهب താബിഈകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അദ്ദേഹം ഹദസനി അബി قال قال رسول الله صلى الله عليه وسلم റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്സമാവാതി സബ്ഉ ഫിൽ കുർസി ഇല്ലാ കദാരിഹിം സബ്അത്തിൻ ഉൽഖിയത് ഫീ തുർസിൻ. 7 ആകാശങ്ങൾ അവരുടെ കുർസിയിൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കുർസിയുടെ അകത്ത് ആകാശവും ഉൾക്കൊള്ളുമെന്ന് ആയത്തുൽ കുർസിയിൽ കാണാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആളുകളുടെ ഒരു 7 വീട്, വിജനമായൊരു പ്രദേശത്ത് 7 വീട് എങ്ങനെയാണോ അതുപോലെയായിരിക്കും. അതായത് വളരെ ചെറിയ രീതിയിലായിരിക്കും. قال وقال أبو ذر سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടു. അത് അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. മൽ കുർസിയു ഫിൽ അർശി ഇല്ലാ കഹൽഖത്തിൻ മിൻ ഹദീദിൻ ഉൽഖിയത് ബൈന ളഹ്റൈ ഫലാത്തിൻ മിനൽ അർദ്. കുർസിയിൽ അതുപോലെ തന്നെ കുർസി അർശിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ, അർശിന് താഴെയുള്ളതാണ് കുർസി. കുർസിയിനകത്ത് ആകാശവും ഭൂമികൾ തന്നെ നിസ്സാരമാണ്. എന്നാൽ ആ കുർസി അർശുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ വളയം, അത് ചെറിയൊരു വളയം വിജനമായ ഒരു പ്രദേശത്ത് എത്രയാണോ ഉണ്ടാവുക അതുപോലെ ആയിരിക്കും, അത്രയും നിസ്സാരമായിട്ടാണ് ഉണ്ടാവുക എന്ന് അറിയിക്കുകയാണ്. ഈ ഒരു ബാബിലെ അല്ലെങ്കിൽ കിതാബ് തൗഹീദിലെ തന്നെ അവസാനത്തെ ഒരു റിവായത്ത് വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ ആകാശവും ഭൂമികളും കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞല്ലോ. ആകാശത്തിന്റെയും ഭൂമിയുടെയും വലുപ്പവും അതിന്റെ ആ ഒരു വ്യാപ്തിയുമെല്ലാം നമുക്ക് ഇന്നത്തെ അറിവിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹദീസിലൂടെ അതിന്റെ വലുപ്പം വ്യാപ്തി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വലുപ്പം വ്യാപ്തിയും എത്ര ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം വരുന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ബൈന സമാഇ ദുനിയ വല്ലതി തലീഹാ 500 ആമിൻ. ദുനിയാവിനോട് അടുത്തിട്ടുള്ള ആകാശവും അതിന്റെ തൊട്ടു മേലെയുള്ളതും തമ്മിലെ വ്യത്യാസം തന്നെ 500 വർഷത്തെ യാത്രാദൂരമുണ്ട്. വബൈന കുല്ലി സമാഇൻ 500 ആമിൻ. ഓരോ ആകാശങ്ങൾക്കിടയിലും 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന സമാഇ സാബിഅ. 7ാം ആകാശവും വൽ കുർസി 500 ആമിൻ. കുർസിയും തമ്മിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈനൽ കുർസി വൽ മാഇ 500 ആമിൻ. കുർസിയുടെ മേലെയാണ് വെള്ളമുള്ളത്, ഒരു ബഹറുണ്ട്, അത് 500 വർഷം മേലെയാണ്. വൽ അർശ് ഫൗഖൽ മാ. അർശ് എന്നുള്ളത് ആ വെള്ളത്തിന്റെ മേലെയാണ്. വല്ലാഹു ഫൗഖൽ അർശ്. അല്ലാഹു അർശിന് മുകളിലാണ്. ലാ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അഅമാലിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ ഗോപ്യമല്ല. അത് ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാണ്, ഇത്രയും മഹത്തരമായ സ്ഥാനത്താണ്. പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഗോപ്യമാകുന്നില്ല എന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് തഫക്കുർ ചെയ്താൽ ആ ഗാംഭീര്യം നമുക്ക് മനസ്സിലാകും. അഖ്റജഹു ഇബ്നു മഹ്ദി അൻ ഹമ്മാദ് ഇബ്നു സലമ അൻ ആസിം അൻ സിർ അൻ അബ്ദില്ലാ ورواه بنحوه المسعودي عن عاصم عن أبي وائل عن عبد الله قاله الحافظ الذهبي رحمه الله قال وله طرق. هذا حديثിന്റെ റിവായത്തിന്റെ സനദുമായി ബന്ധപ്പെട്ട ചർച്ച പറയുകയാണ്. ആ സനദിന്റെ ചർച്ചകളാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. وعن العباس بن عبد المطلب قال قال رسول الله صلى الله عليه وسلم. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തദ്റൂന കം ബൈന السماء والارض. നിങ്ങൾക്കറിയുമോ എത്രയാണ് ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? ഖുൽനാ അല്ലാഹു വറസൂലു അഅലം. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. ഖാല ബൈനഹുമാ മസീറതു 500 സനത്തിൻ. 500 വർഷത്തെ വഴിദൂരമുണ്ടെന്ന് പറഞ്ഞു. വബൈന കുല്ലി സമാഇൻ ഇലാ സമാഇൻ മസീറതു 500 സനത്തിൻ. ഓരോ ആകാശങ്ങൾക്കിടയിലും 500 വർഷത്തെ വഴിദൂരമുണ്ട്. വഖിസഫു കുല്ലി സമാഇൻ മസീറതു 500 സനത്തിൻ. ഓരോ ആകാശത്തിന്റെയും കട്ടി അത് 500 വർഷത്തെ വഴിദൂരമുണ്ട്. ഒരാകാശത്ത് നിന്ന് അടുത്ത ആകാശത്തേക്ക് 500 വർഷത്തെ വഴിദൂരമുണ്ട്. ഒരാകാശത്തിന്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് അതിന്റെ കട്ടി എന്നുള്ള 500 വർഷമുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് കഴിയണമെങ്കിൽ 1000 വർഷത്തിന്റെ വഴിദൂരം ഒരു കണക്ക് പറയുകയാണെങ്കിൽ. വബൈന സമാഇ സാബിഉൽ അർശ് ബഹറുൻ.
ഏഴാം ആകാശത്തിന്റെയും അർശിന്റെയും ഇടയിൽ ഒരു കടലുണ്ട്. അല്ലാഹു തആല അർശ് വെള്ളത്തിന് മുകളിലാണെന്നുള്ളത് പറയും, ഹദീസിൽ അറിയപ്പെട്ട കാര്യമാണ്. ബൈന അസ്ഫലിഹി വ അലാഹു കമാ ബൈന അസ്സമാഇ വൽ അർദ്. ആ കടലിന്റെ താഴ്ഭാഗവും മേൽഭാഗവും തമ്മിൽ ഈ ആകാശഭൂമികൾ അത്ര വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ 7 ആകാശത്തിന്റെയും ഭൂമിയുടെയും മൊത്തം വ്യത്യാസം ആ കടലിന്റെ താഴെ ഭാഗവും അതിന്റെ മേൽഭാഗം ഇടയിലുള്ള വ്യത്യാസം അത്ര വലുതുണ്ട്. അതായത് ഇതിന്റെ ഇരട്ടി അതിന്റെ ആഴവും പരപ്പും ഉണ്ട്. വല്ലാഹു ഫൗഖ ദാലിക്, അല്ലാഹു അതിന്റെയും മുകളിലാണ്. ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ മിൻ അഅ്മാലി ബനി ആദം. എന്നിട്ടും അല്ലാഹുവിന്റെ അടുക്കൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മം പോലും എന്താകുന്നില്ല, വിട്ടുപോകുന്നില്ല, ഒന്നും ഗോപ്യമാകുന്നില്ല എന്ന് പറയാണ്. ഇത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. റവാഹു അബൂ ദാവൂദ് വഗൈറുഹു, ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഫലക്കീയ പോലെയുള്ള അഥവാ ഗോളശാസ്ത്രത്തിന്റെ അറിവ് പഠിച്ചിരുന്നു. അവർക്ക് അത്രത്തോളം അത്ഭുതത്തോടുള്ള കാര്യം അത് ഈമാൻ കൂട്ടും. ഭൗതികമായിട്ടുള്ള പല അറിവുകളും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്നതാണ്. ഭൗതികമായിട്ടുള്ള ചില അറിവുകൾ, അത് കൗനിയായിട്ടുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ വലിയ വർധനവുണ്ടാവും. പ്രത്യേകിച്ച് മനുഷ്യ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, ആ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അതുപോലെ സൃഷ്ടിപ്പിന്റെ മൃഗങ്ങളുടെ ആവട്ടെ, കടലിന്റെ ആവട്ടെ, മത്സ്യങ്ങളുടെ ആവട്ടെ, ആകാശവും അതിനപ്പുറത്തേക്കുള്ള ഓരോന്നിനെയും ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗാംഭീര്യം എത്ര വർദ്ധിക്കും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുക അഥവാ കൗനിയായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മിഫ്താഹു ദാരി സആദ. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അറബി അറിയുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. അത് ഇന്ന് ഇറങ്ങുന്ന ഇബ്നുൽ ജൗസി ഇറക്കുന്ന മത്ബൂഇൽ അവരുടെ പ്രിന്റിൽ 2ാമത്തെ വോള്യത്തിൽ, 1ാമത്തെ വോള്യം അത്ര വേറെ ചില ചർച്ചകളാണ്, വായിക്കേണ്ടവർക്ക് വായിക്കാം. പക്ഷെ ഈ പറഞ്ഞ വിഷയങ്ങൾ 1ാമത്തേതിന്റെ അവസാന ഭാഗം മുതൽ 2ാമത്തെ വോള്യത്തിൽ മുഴുവൻ ഇതുപോലെയുള്ള വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ആനയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതമുണ്ട്, ജിറാഫിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതമുണ്ട്, ഇലയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതമുണ്ട്, രാവും പകലും മാറി മാറി വരുന്നതിന്റെ അത്ഭുതമുണ്ട്. അഥവാ ഭൗതികമായിട്ടുള്ള ഓരോ ജന്തുജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ അകത്തുള്ള അത്ഭുതങ്ങളെ എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് ആ ഒരു ഭാഗം. വളരെയധികം ചിന്തിക്കാൻ, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗാംഭീര്യം, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ആർക്കാണ് പറയാൻ സാധിക്കുക? അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്ക് അവരെ ഇലാഹിനെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുമോ? അവരെ ഇലാഹിന് ഈ ഒരു ഗാംഭീര്യം നൽകാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർക്കാണ് സാധിക്കുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിനെ മുറുകെ പിടിക്കുന്ന ഒരാൾ അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാനും അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, അതിനകത്തുള്ള സൃഷ്ടികളെ നിയന്ത്രിക്കുന്ന ആ ആകാശങ്ങൾ നിറയെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യർ, എത്ര കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അതിനേക്കാൾ കൂടുതൽ മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത മൃഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം കാര്യം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ തടസ്സം ഉണ്ടാവുമോ? ഇല്ല. ആലോചിച്ചാൽ മതി. നമ്മൾ ചോദിക്കുമ്പോൾ ആരോടാണ് ചോദിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ എന്തിനാണ് അള്ളാഹു അല്ലാത്ത വേറൊരാളിലേക്ക് പോകേണ്ട ആവശ്യം? എന്തിനാണ് അള്ളാഹു അല്ലാത്ത വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം? ഒരിക്കലുമില്ല. തൗഹീദ് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും അവന്റെ ഏത് കാര്യത്തിനും ആ പൂർത്തീകരണത്തിന്റെ ഉന്നതമായ തഹ്ഖീഖു കമാലു തൗഹീദിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹു മതിയായവനാണ് എന്ന നിലയ്ക്ക് അവന് മാറാൻ സാധിക്കും. അത് തൗഹീദിനെ പഠിച്ച് അത് പ്രാവർത്തികമാക്കി അത് പരിശീലിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് പരിശീലിച്ച് ഇൽമും അമലുമായി ചെയ്ത് എത്തിച്ചേരേണ്ട ഉന്നതമായ അവസ്ഥയാണ് തൗഹീദിന്റെ സാക്ഷാത്കാരം എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഈ ഗാംഭീര്യത്തെ പറഞ്ഞുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ കിതാബിനെ അവസാനിപ്പിക്കുന്നത്. ഇമാം സഅദി റഹിമഹുല്ലാ ഈ ബാബിനെ കൊടുത്തിട്ടുള്ള തഅലീഖ് വായിക്കാം. ബാബു ഖൗലില്ലാഹി തആല വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ختم المصنف رحمه الله تعالى كتابه بهذه الترجمة. ഈ ഒരു തലക്കത്തിലാണ് ഈ കിതാബിനെ മുസന്നിഫ് റഹിമഹുല്ലാഹ് അവസാനിപ്പിച്ചിട്ടുള്ളത്. وذكر النصوص الدالة على عظمة الرب العظيم وكبريائه. ഈ ഒരു തലക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും ഗാംഭീര്യവും അറിയിക്കുന്ന തെളിവുകളെ, നസ്സുകളെ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചത് ومجده وجلاله وخضوع المخلوقات بأسرها لعزه. അല്ലാഹുവിന്റെ മഹത്വം, അല്ലാഹുവിന്റെ ജലാലത്ത്, സൃഷ്ടികൾ അല്ലാഹുവിന് കൊടുക്കുന്ന താഴ്മ, അതെല്ലാം
പരിപൂർണമായി ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. لأن هذه النعوت العظيمة والأوصاف الكاملة أكبر الأدلة والبراهين على أنه المعبود وحده. ഈ തെളിവുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ വിശേഷണങ്ങളും ഈ തെളിവുകളുമെല്ലാം വലിയ തെളിവുകളാണ്. എന്തിനുള്ളത്? അല അന്നഹു അൽ മഅബൂദ് വഹ്ദ, അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നുള്ളതിന്. അൽ മഹ്മൂദ് വഹ്ദ, സ്തുതിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്നുള്ളതിന്. അല്ലദി യജിബു അൻ യുബ്ദല ലഹു ഗായത്തുൽ ദുല്ലി വത്തഅദീം വഗായത്തുൽ ഹുബ്ബി വതഅല്ലുഹ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവനാണ് നിർബന്ധമായിട്ടും എന്ത് നൽകേണ്ടത്? അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വം കാണിക്കേണ്ടതും മഹത്വപ്പെടുത്തേണ്ടതും, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ഇഷ്ടവും ആരാധനയും നിർവഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വന്നഹു അൽ ഹഖ് വമാ സിവാഹു ബാത്തിലുൻ, അള്ളാഹു മാത്രമാണ് ഹഖായിട്ടുള്ളവൻ, മറ്റ് ഏതൊരു മഅബൂദ് ഉണ്ടെങ്കിലും അതെല്ലാം ബാത്തിലാണ്. വഹാദിഹി ഹഖീഖത്തു തൗഹീദ് വലുബ്ബുഹു വറൂഹുഹു, ഇതാണ് തൗഹീദിന്റെ ഹഖീഖത്ത് എന്ന് പറയുന്നത്, തൗഹീദിന്റെ കാമ്പും ആത്മാവും എന്നുള്ളത്. വസിറുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ രഹസ്യം എന്നുള്ളത്, അതിന്റെ കാമ്പായിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. അള്ളാഹു മാത്രമാണ് അതിന് അർഹൻ എന്നുള്ളത്. ഫനസ്അലുല്ലാഹ അൻ യംലഅ ഖുലൂബനാ മിൻ മഅരിഫതിഹി വമഹബ്ബതിഹി വൽഇനാബതി ഇലൈഹി ഇന്നഹു ജവാദുൻ കരീം. ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഖൽബിൽ അള്ളാഹു നിറക്കാൻ വേണ്ടി അവനെക്കുറിച്ചുള്ള അറിവും അവനോടുള്ള ഇഷ്ടവും അവനോടുള്ള താഴ്മയും മടക്കവും. അള്ളാഹു ജവാദും കരീമുമാണ്, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്നവനാണ്. وهذا آخر التعليق المختصر على كتاب التوحيد وتوضيح مقاصده. ഈ തഅലീഖ് ഇമാം സഅദിയുടെ വാക്കുകളാണ്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഇത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള കിതാബു തൗഹീദിനുള്ള അതിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തഅലീഖാണ്, മുഖ്തസറായിക്കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ. وقد حوى من غرر مسائل التوحيد, തൗഹീദിന്റെ മസലകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ومن التقاسيم والتفصيلات النافعة, അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള അതിന്റെ ശാഖാപരമായ കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. മാ ലാ യസ്തഗ്നി അൻഹു الراغبون في هذا الفن, ഈ തൗഹീദിനെ പറ്റി താല്പര്യമുള്ള ഒരാൾക്കും വിട്ടുകളയാൻ സാധിക്കാത്ത നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. അല്ലദീ ഹുവ അസ്ലുൽ ഉസൂൽ, അതെങ്ങനെയുള്ളതാണ്? അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനമാണ്. വബിഹി തഖൂമുൽ ഉലൂമു കുല്ലുഹാ, അതിന്റെ മേലെയാണ് എല്ലാ അറിവും നിലനിൽക്കുന്നത്. തൗഹീദില്ലാതെ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. വൽഹംദുലില്ലാഹി അലാ തൈസീരിഹി വമിന്നതിഹി, അല്ലാഹുവിനെ സ്തുതിക്കുന്നു അല്ലാഹു ഇത് എളുപ്പമാക്കിയതിനും ഈ അനുഗ്രഹം ചൊരിഞ്ഞതിനും. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമാ. ഇൻതഹാ കിതാബുൽ ഖൗലുസ് സദീദ് എന്ന കിതാബ് ഇമാം സഅദി റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് കിതാബു തൗഹീദ് എന്നുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മർക്കസിൽ 3-ോ 4-മത്തെയോ തവണയാണ് ഈ കിതാബ് ഓരോ ഉസ്താദുമാരായിട്ട് വിശദീകരിക്കുന്നത്. ഇത് എന്നും നിലനിന്ന് പോകണം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഉപദേശിക്കാറുള്ളത് പോലെ തൗഹീദ് പഠിപ്പിക്കാൻ ഖുർആനും സഹീഹ് ബുഖാരിയും മുസ്ലിമും പോലെയുള്ള ഹദീസിന്റെ കിതാബുകളും കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ കിതാബായി പണ്ഡിതന്മാർ പറയാറുള്ള ഈ ഗ്രന്ഥം കിതാബു തൗഹീദ്, ഇതിൽ ആയത്തുകളും ഹദീസുകളും തന്നെയാണുള്ളത്, ഈ ബാബുകളായി ക്രോഡീകരിച്ചു എന്ന് മാത്രം. ഇത് എപ്പോഴും തുടർച്ചയായി പഠിപ്പിക്കപ്പെടേണ്ടതാണ്, ഒരിക്കലും പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. വീണ്ടും വീണ്ടും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും തൗഹീദ് അതിൻ്റെ എല്ലാവിധ പരിപൂർണതയോടുകൂടി പൂർത്തീകരിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവനോടുള്ള ഇഷ്ടം തെളിയിച്ചു കൊടുക്കാൻ, അവനോടുള്ള താഴ്മ തെളിയിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ പ്രവേശിക്കുന്ന, പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആശ്രയിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.